Good morning, all. Good morning. Responsible yellow. Good evening, class. Okay. So good morning, but it's a good morning. We are responsible. Okay. Then class start. Late class. Next time class. Okay. Then class. Key elements for transfer critical ill patients. Pre-transfer stabilization and preparation. Then patients A, B, C, D A airway, breathing, circulation, and disability. Okay, last class. First one airway. ഒരു പേഷ്യൻസിന് നമ്മൾ എയർവേ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയിൽ എയർവേ ആവശ്യമായിരുന്ന പേഷ്യൻസുകൾ. The patients with possibility of airway compromise in the course of transfer should be electively intubated with endotracheal tube. Underline ചെയ്യുക ETT, endotracheal tube. With a cuff which should fix it properly after verifying its exact position. കാര്യത്രയുള്ളൂ. അതായത് ചില പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയിലും എൻഡോട്രയാക്കിൾ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകുന്നത്. എന്താ എൻഡോട്രയാക്കിൾ ട്യൂബ്? അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാകും കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ട്യൂബ് ഒക്കെ ഇടുന്ന പേഷ്യൻസുകൾ അല്ലെ, വായിലായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മുക്കിൽ കൂടിയൊക്കെ ട്യൂബ് ഇടുന്ന തരത്തിലുള്ള പേഷ്യൻസുകൾ. സോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഫിക്സഡ് ആയിട്ട് അത് എക്സാക്ട് പൊസിഷനിലൊക്കെ ഈ ട്യൂബൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വേണം പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. Then some patients needed a properly placed nasogastric tube. Endotracheal എന്ന് പറഞ്ഞാൽ വായിൽ കൂടി വരുന്ന ട്യൂബാണ്. നാസോഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോൾ ചില പേഷ്യൻസിന് മൂക്കിൽ കൂടി നാസോ അല്ലെ, മൂക്കിൽ കൂടിയുള്ള ട്യൂബിന്റെ പേഷ്യൻസ് ഉണ്ടാകും. സോ എന്തിനു വേണ്ടി അത്രയും ക്രിട്ടിക്കൽസ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ ഈ ട്യൂബ് ഇടുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത്. ഫുഡൊക്കെ ലിക്വിഡ് ആയിട്ട് ട്യൂബ് വഴിയൊക്കെ ആയിരിക്കും അവർക്ക് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ endotracheal tube അല്ലെങ്കിൽ nasogastric tube ഇട്ട പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും. ഡ്യൂറിംഗ് ട്രാൻസ്ഫറിൽ വരുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യാനൊക്കെ ആയിട്ട് നോർമലി അവർ ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെ ട്യൂബ് ഒക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നത്. The cervical spine stabilization may be needed in some trauma patients. ഇനി ചില ട്രോമ പേഷ്യൻസിനാണെങ്കിൽ cervical spine stabilization ഉണ്ടാകുന്നത്. ട്രോമ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ വീഴ്ചകളോ ആഘാതങ്ങളൊക്കെ പറ്റിയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകും. സോ അവർക്ക് സർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ഉണ്ടാകും. എന്താ സർവിക്കൽ സ്പൈൻ എന്ന് പറഞ്ഞാൽ കഴുത്തിലോ മറ്റും എന്തെങ്കിലും മുറിവുകളോ മറ്റും നമ്മൾ ബെൽറ്റ് ഒക്കെ ഇടാനൊക്കെ പറയില്ലേ, അതുപോലത്തെ പേഷ്യൻസുകളും ഉണ്ടാകും. അവർക്കും ഇതുപോലെ ട്യൂബൊക്കെ ഇടുന്ന പേഷ്യൻസ് ആണ്. സോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ട്യൂബൊക്കെ ഫിക്സഡ് ആയിട്ട് പ്രോപ്പർ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ ട്യൂബൊക്കെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യിക്കുവാൻ. അതാണ് എയർവേയിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഇത് ലാസ്റ്റ് പിക്ചറുകൾ കാണിച്ചു തരാം. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടും. ഓക്കെ, ഏകദേശം എന്താണ് എയർവേ എന്ന് മനസ്സിലായോ? അതായത് ട്യൂബ് ഇടുന്ന പേഷ്യൻസുകൾ. ഇപ്പൊ എൻഡോട്രയാക്കിൾ ആകാം, വായിൽ കൂടി ട്യൂബ് ഇടുന്ന പേഷ്യൻസ് ഉണ്ടാകാം, മൂക്കിൽ ട്യൂബ് ഒക്കെ ഇടുന്ന പേഷ്യൻസ് ഉണ്ടാകാം. അപ്പൊ അത് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. സോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ട്യൂബൊക്കെ കൃത്യമാണോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? എന്താണ് എയർവേന്ന്? അതില് ETT അണ്ടർലൈൻ ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, then next one breathing. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് വായിപ്പിക്കാം കേട്ടോ. ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, the ventilation should be sufficiently regulated with optimization of arterial blood gas values. ചാപ്റ്റർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ്. ഇപ്പോ 1-2 ക്ലാസ് ആയി, മേ ബി 3ാമത്തെ ക്ലാസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഉണ്ടായിരുന്നില്ല. ഓക്കെ, ബ്രീത്തിങ് നോക്കാം. The ventilation should be sufficiently regulated with optimization of the arterial blood gas values.
In suspected pneumothorax, chest drain should be installed before transfer, especially before air transport. അപ്പോൾ ഇവിടെ പറയുന്നത് ബ്രീത്തിങ്ങില് ബ്രീത്തിങ്ങിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂമോതൊറാക്സ് ആയിട്ടുള്ള പേഷ്യൻസുകൾ. എന്താ ന്യൂമോതൊറാക്സ്? ഓർക്കുന്നുണ്ടോ? ഞാൻ പിക്ചറൊക്കെ കാണിച്ചു തന്നതാണ്, ഓർമ്മയുണ്ടാക്കില്ല? ന്യൂമോതൊറാക്സ് എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? ന്യൂമോതൊറാക്സ് ആ പേര് ഓർക്കുന്നുണ്ടോ? യെസ്, എവിടെയാ പഠിച്ചത് ന്യൂമോതൊറാക്സ്? എയർ ഇൻ ലങ്സ് അല്ലെ? ലങ്സിൽ എയർ വന്ന് നിറയുന്ന ഒരു അവസ്ഥ. സോ ഇങ്ങനെ നമ്മൾ എയറും മറ്റും ഫ്ലൂയിഡ്സ് ഒക്കെ വന്ന് നിറയുന്ന അവസ്ഥയിലുള്ള പേഷ്യൻസുകൾ, സോ അവർക്ക് ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിക്കുന്നത് ഇൻസ്റ്റാൾഡ് ബിഫോർ ട്രാൻസ്ഫർ. ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ട്യൂബാണ് അവരുടെ ഈ ഒരു ന്യൂമോതൊറാക്സ് ലങ്സിനുള്ളിൽ നമ്മൾ ചെറിയൊരു ട്യൂബ് ഇടുന്നു. ഈ ട്യൂബിലൂടെ അവരുടെ ശ്വാസകോശത്തിനുള്ളിൽ കെട്ടി നിൽക്കുന്ന ഫ്ലൂയിഡ്സും എയറിനെയും വലിച്ചെടുക്കാനായിട്ട് നമ്മളൊരു ചെസ്റ്റ് ഡ്രെയിൻ ഇടും. ഒരു ട്യൂബാണത്. ഓക്കെ, ചെറിയൊരു ട്യൂബാണ്. സോ ഈ ഒരു ട്യൂബ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബിഫോർ ട്രാൻസ്ഫർ. അപ്പോ ന്യൂമോതൊറാക്സ് രീതിയിലുള്ള പേഷ്യൻസിന്, അത്തരത്തിലുള്ള പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്ന ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിക്കും. അതായത് ലങ്സിനുള്ളിൽ ചെറിയൊരു ട്യൂബ് ഇടുന്നു. പിക്ചർ ഞാൻ കാണിച്ചു തരാം, കുറച്ചും കൂടി ക്ലിയർ ആകും കേട്ടോ. സോ ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ട്യൂബാണ്. ഈ ട്യൂബ് വഴി നമ്മള് ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ശ്വാസകോശത്തിനുള്ളിൽ എയറും മറ്റു ഫ്ലൂയിഡ്സുകളും നിറയുന്ന ഒരവസ്ഥയാണ്. സോ ഈ ചെസ്റ്റ് ഡ്രെയിൻ നമ്മൾ സ്ഥാപിക്കുമ്പോൾ അതിലൂടെ നമ്മളുടെ ശ്വാസകോശത്തിൽ കെട്ടി നിൽക്കുന്ന എയറും അതുപോലെ തന്നെ ഫ്ലൂയിഡ്സിനൊക്കെ വലിച്ചെടുക്കുന്നു. എസ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്പോർട്ട്. ഇത് കൂടുതലും എയർ ട്രാൻസ്പോർട്ടുള്ള പേഷ്യൻസ് ആണ്. ഇങ്ങനെയുള്ള ന്യൂമോതൊറാക്സ് ഒക്കെ വരുന്ന ചെസ്റ്റ് ഡ്രെയിൻ ഒക്കെ വഴി കൊണ്ടുപോകുന്നത് എപ്പോഴും എയർ ട്രാൻസ്പോർട്ട് ആയിരിക്കുന്നു. എയർ ട്രാൻസ്പോർട്ട് എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്? സഡൻ പെട്ടെന്ന് തന്നെ സ്വിഫ്റ്റ്ലി നമ്മൾ പേഷ്യൻസിനെ എത്തിച്ചിട്ട് നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. സോ ന്യൂമോതൊറാക്സ് അല്ലെങ്കിൽ ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിച്ചിട്ടുള്ള പേഷ്യൻസിലേക്ക് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? എനിക്കറിയാം പെട്ടെന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകില്ല, അതുകൊണ്ടാണ് ഞാൻ പിക്ചർ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇതൊന്ന് കഴിഞ്ഞിട്ട് ടീച്ചർ പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, മതിയോ? നമ്മുടെ PDF പിന്നെയും ബാക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ ഓക്കെ, ആ ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. ഇതെന്ത് പറ്റില്ല? ആർക്കും ഒരു ഉഷാറില്ലാത്ത പോലെ എപ്പോഴും നമ്മള് എപ്പോഴും ക്ലാസ്സിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ളവരെ പോലും കാണുന്നില്ല. എന്ത് പറ്റില്ല അവർക്കൊന്ന്? മൂഡ് ഓഫ് ആണോ എല്ലാവരും? ഓക്കെ അല്ലേ? ഇതെല്ലാം പ്ലസന്റ് ആയിട്ട് എന്താ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാത്ത ക്ലാസ്സിൽ നിങ്ങൾ ആക്റ്റീവ് ആയാലല്ലേ എനിക്കും അതിനൊരു എന്താ പറയാ, നിങ്ങളല്ലേ എപ്പോഴും നമ്മളുടെ സപ്പോർട്ട്. ഓക്കെ, കേട്ടോ. അപ്പൊ ബ്രീത്തിങ്ങിൽ പറയുന്നത് മെയിൻ ആയിട്ടും ചെസ്റ്റ് ഡ്രെയിനിന്റെ കാര്യമാണ്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് സി. അപ്പൊ നമ്മൾ എ എയർവേ കഴിഞ്ഞു, ദെൻ ബി നമ്മൾ ബ്രീത്തിങ് ആണ് പറഞ്ഞത്. ദെൻ സർക്കുലേഷൻ നോക്കാം. The patient should have at least 2 wide-bore intravenous working cannulas in place before shifting. ഒരു പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 wide-bore intravenous working cannulas ഉണ്ടായിരിക്കണം. കാനുല എന്ന് പറയുന്നത് എന്താണ് അറിയാമല്ലോ അവർക്ക്? കാനുലാസ് നമ്മള് ഇൻജക്ട് ഒക്കെ ചെയ്യുമ്പോഴോ നമ്മളെ കയ്യിൽ നമ്മുടെ ഞരമ്പിലിടുന്ന കാനുലകൾ. സോ അറ്റ്ലീസ്റ്റ് 2 കാനുലാസ് എങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പേഷ്യൻസിന് ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടി external hemorrhage, if any, should be regulated, controlled, and any shock should be treated with intravenous fluids and or vasopressors. അതായത് external hemorrhages, hemorrhage എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് അമിത രക്തസ്രാവമൊക്കെ ഉണ്ടാവുകയാണെങ്കിലും അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനും മറ്റുമായിട്ട് നമ്മൾ ഇൻട്രാവീനിയസ് ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ വാസോപ്രസേഴ്സ് ഉപയോഗിക്കണം. അതായത് പോകുന്ന ടൈമില് പേഷ്യൻസിന് ട്രാവൽ ചെയ്യുന്ന ഒരു ടൈമില് പേഷ്യൻസിന് ചിലപ്പോൾ രക്തസ്രാവമൊക്കെ വരാം. ഹെമറേജ് മീൻസ് ബ്ലീഡിംഗ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതില്ലെങ്കിൽ ഇൻട്രാവീനിയസ് ഫ്ലൂയിഡ്സ് കൊടുക്കാവുന്നത്. എന്താ ഇൻട്രാവീനിയസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻട്രാവീനിയസ് ഫ്ലൂയിഡ്സ് അതായത് നമ്മുടെ ഈ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹെമറേജസിന്
നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. IV വഴി നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോ ഈ ബ്ലഡ് പെട്ടെന്ന് ഇങ്ങനെ എക്സ്റ്റേണൽ ബാഹ്യ രക്തസ്രാവത്തിന് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന മെഡിസിൻസുകളാണ് ഇൻട്രാവീനിയസ് എന്ന് പറയുന്നത്. സോ ഇൻട്രാവീനിയസ് വഴി നമുക്ക് റെഗുലേറ്റർ ചെയ്യാം, അല്ലെങ്കിൽ വാസോപ്രസേഴ്സ് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാം. വാസോപ്രസേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മെഡിസിൻസുകളാണ്, IV ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസുകൾ. Then the availability of cross-matched blood may be needed in the course of transport. അതുപോലെ തന്നെ പോകുന്ന ടൈമിൽ ആ പേഷ്യന്റിന് ക്രോസ് മാച്ച് ചെയ്തിട്ടുള്ള ബ്ലഡും ലഭ്യമായിരിക്കണം. കാരണം ഇതുപോലെ എന്താണ്, നമ്മള് രക്തസമ്മർദ്ദം കൂടുതലായിട്ട് രക്തം പോവുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്രോസ് മാച്ച്ഡ് ബ്ലഡ് അവിടെ അവൈലബിൾ ആയിരിക്കണം. സോ ചിലപ്പോൾ ബ്ലഡ് ആവശ്യമായിട്ട് വന്നേക്കാം. സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് സർക്കുലേഷൻസിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡി, ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. നോക്കാം. Patient with head injury should have their Glasgow Coma Scale (GCS) underline ചെയ്യാം. പ്രീവിയസിൽ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. GCS stands for, എപ്പോഴും ചോദിക്കാറുണ്ട് GCS ന്റെ ഫുൾ ഫോം Glasgow Coma Scale. എന്താണ് GCS എന്ന് പറഞ്ഞു തരാം കേട്ടോ. അതായത് ഹെഡ് ഇഞ്ചുറിക്ക് സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ്, ഇപ്പോ ആക്സിഡന്റ് കേസസിലാണെങ്കിൽ ചിലപ്പോൾ തലയ്ക്ക് മാരകമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുള്ള പേഷ്യൻസ് ആകാം. സോ അവർക്ക് adequately monitored and recorded in document before in the course of transfer and before administration any sedative or paralytic agent. സോ ഇങ്ങനെയുള്ള പേഷ്യൻസുകൾക്ക്, അതായത് നമുക്കറിയാം ഇഞ്ചുറി, ഹെഡ് ഇഞ്ചുറിക്ക് സംഭവിച്ചിട്ടുള്ള പേഷ്യൻസുകൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾക്ക് എന്താണ് ട്രാൻസ്ഫർ ചെയ്തതിന് മുൻപായിട്ട് ഏതെങ്കിലും സഡേറ്റീവ് അല്ലെങ്കിൽ സഡേറ്റീവ് പാരലൈറ്റിക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സഡേറ്റീവ് മീൻസ് അവരൊരു മയക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പോ പോകുന്ന ടൈമിൽ എന്തെങ്കിലും മീൻസ് പെട്ടെന്ന് വഷളാവുകയൊക്കെ ചെയ്യും. സോ സഡേറ്റീവ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് നൽകുന്നു. ദെൻ അവരുടെ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും പോകുന്ന ടൈമില്. ഗ്ലാസ്ഗോ കോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഹെഡ് ഇഞ്ചുറിക്ക് ആണെങ്കിൽ നമുക്കറിയാലോ ആൾക്ക് നോർമൽ എന്താ പറയാ ബോധാവസ്ഥയിലായിരിക്കും അല്ലെ, അവർക്ക് മീൻസ് അവർക്ക് ചിലപ്പോ ഒരു ബോധം തെളിയാത്തൊരവസ്ഥയായിരിക്കും. കോമ സ്റ്റേജിലോട്ട് വരെ പോയി കാണും. സോ അവരുടെ മോണിറ്റർ ചെയ്യലാണ്. അവരുടെ ഓരോ കണ്ടീഷൻസും എത്രത്തോളം ഉണ്ട്, അവർക്ക് ചലനമുണ്ടോ, അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, അവരുടെ കണ്ണിന്റെ ചലനം, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ സംസാരിക്കുന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരുടെ ആ ഒരു ഉപഭോഗം മനസ്സ് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നതാണ് GCS എന്ന് പറഞ്ഞാൽ. ഒരു മോണിറ്ററിംഗ് സിസ്റ്റം വഴി അവരുടെ മീൻസ് അവരുടെ ഹെഡിങ് അല്ലെങ്കിൽ എന്താ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ വർക്ക് ആകുന്നുണ്ടോ, അതൊക്കെയാണ് നമ്മൾ GCS വെച്ചിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, then the patient should be protected from cold by providing suitable blankets as part of from above pre-transfer checklist. ഇനി നമുക്ക് പേഷ്യൻസിനെ കുറച്ചും കൂടി കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ലിസ്റ്റിന് പുറമെ നമ്മൾ അവർക്ക് ഒരു ബ്ലാങ്കറ്റ്സും കോൾഡ് ചെയ്യുന്നതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ബ്ലാങ്കറ്റ്സും മറ്റും നൽകുന്നു. Then on the day transfer itself, all basic investigation should be performed to reflect the present condition of the patients. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഡേയില രോഗിയുടെ നിലവിലുള്ളത് എന്താണോ പേഷ്യന്റിന്റെ അപ്പോഴത്തെ കണ്ടീഷൻ അത് കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ പ്രതിഫലിപ്പിക്കണം. അതായത് അവരെ നോട്ട് ചെയ്ത് വെക്കണം. കണ്ടീഷൻ എന്താണ്, ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോ നമ്മൾ നോക്കിയ ABCD എന്താണെന്ന് കണ്ടു. എയർവേയിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു എൻഡോട്രയാക്കൽ ട്യൂബോ അല്ലെങ്കിൽ നാസോഗ്യാസ്ട്രിക് ട്യൂബ് എന്ന പേഷ്യൻസുകളാണ്. സോ ബ്രീത്തിങ്ങിൽ പറയുന്നത് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ന്യൂമോത്രാക്സ് ഉള്ള പേഷ്യൻസ് ആണ്, അവർക്ക് ചെസ്റ്റ് സ്ട്രെങ്ത് സ്ഥാപിക്കണം. സോ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എയർ ട്രാൻസ്പോർട്ട് ആയിരിക്കും. സർക്കുലേഷനിൽ നമ്മൾ പറഞ്ഞത് എക്സ്റ്റേണൽ ഹെമറേജിക് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് വാസോപ്രസേഴ്സോ ഇൻട്രാവീനിയസോ കൊടുക്കാം. ദെൻ ക്ലോസ് മാച്ച്ഡ് ബ്ലഡ് അവൈലബിൾ ആയിരിക്കണം. ഡി നമ്മൾ പറഞ്ഞത് ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. ഈ GCS എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് നോക്കിയാണ് പേഷ്യൻസിന്റെ. ഓക്കെ, ഹെഡ് ഇഞ്ചുറിക്ക് സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് നമ്മൾ GCS മോണിറ്റർ ചെയ്യുന്നു.
ഓക്കെ, ദെൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് അവർക്ക് സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസുകൾ കൊടുക്കുന്നു. ദെൻ കോഡിൽ നിന്നൊക്കെ അവർക്ക് കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ബ്ലാങ്കറ്റ്സും മറ്റും കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ABCDയിൽ പറയുന്നത്. അത്രയും നോക്കിയാൽ മതി, ഒരുപാടൊന്നും ഓവറായിട്ടൊന്നും നോക്കാനില്ല. ഏറ്റവും മാക്സിമം സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? ഇനി ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാമോ? വായിച്ചു നോക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ, വായിച്ചു നോക്കാം. വായിച്ചെല്ലാവരും ETT GCS ഒക്കെ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അതായത് എയർവേന്ന് ഉദ്ദേശിക്കുന്നത് എൻഡോട്രയാക്കൽ ട്യൂബ് ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിന്, അതായത് അറിയാലോ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ഇതുപോലെ എൻഡോട്രയാക്കൽ ട്യൂബ് ഇന്റർബേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ അവിടെ നിക്ഷേപിക്കുന്നത്. അത് ഫിക്സഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വേണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ട്യൂബ് നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് പേഷ്യൻസിന്. ഓക്കെ, അത് കറക്റ്റ് ആയിരിക്കണം, കാരണം എല്ലാം പ്രോപ്പർ ആയിട്ട് ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രം നമുക്ക് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിക്ചർ ക്ലിയർ ആണോ? പിക്ചർ കാണുന്നുണ്ട് എല്ലാവരും? സ്ക്രീൻ ക്ലിയർ? പിക്ചർ കണ്ടോ? നോക്കി, ഇതാണ് ഒരു എൻഡോട്രയാക്കൽ ട്യൂബ് എന്ന് പറയുന്നത്. കണ്ടോ, പേഷ്യന്റിന്റെ വായിൽ കൂടിയാണ് ട്യൂബ് ഇട്ടിരിക്കുന്നത്. ദെൻ ടങ് ഇൻഫ്ലേറ്റഡ് കഫ് ഉണ്ട്. കണ്ടോ, ഇതാണ് ഇൻഫ്ലേറ്റഡ് കഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അപ്പൊ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ ഈ എൻഡോട്രയാക്കൽ ട്യൂബ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടോ, സോ ഇത് പ്രോപ്പർ ആയിട്ടൊക്കെ തന്നെ ഫിക്സ് ചെയ്യണം, കാരണം ട്രാവൽ ചെയ്യുന്ന ഈ പേഷ്യന്റിനെ കൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. സോ ഇതിനെ അനക്കം തട്ടാനോ അല്ലെങ്കിൽ മറ്റും ചേഞ്ച് പൊസിഷനൊന്നും മാറിപ്പോകാൻ പാടില്ല. സോ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഫിക്സ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ എൻഡോട്രയാക്കൽ ട്യൂബ് എന്താണെന്ന്? ഓക്കെ, ദെൻ കണ്ടോ, ഇതാണ് ചെസ്റ്റ് ഡ്രൈവ്. ന്യൂമോതൊറാക്സ് ഉള്ള ഒരു പേഷ്യന്റിന്റെ ലങ്സിന്റെ ഒരു പിക്ചർ ആണത്. കണ്ടോ, ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലങ്സില എന്താണ്
നമ്മള് മറ്റും കണ്ടോ ലെൻസില് ഇതുപോലെ തന്നെ ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ എയർ ഒക്കെ വന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മള് ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിക്കുകയാണ്. ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത് ഈ കാണുന്നത് ചെറിയൊരു ട്യൂബാണ് കണ്ടോ. ചെസ്റ്റ് ഡ്രെയിൻ ട്യൂബിങ് ചെറിയൊരു ട്യൂബാണ്. ഈ ട്യൂബിലൂടെ നമ്മൾക്ക് ഈ ഒരു പേഷ്യന്റിന്റെ ആ ഒരു ലങ്സിൽ നിന്നുള്ള ഫ്ലൂയിഡ്സും അതുപോലെ എയറിനെയും നമ്മൾ ശേഖരിക്കുന്നു കണ്ടോ. അപ്പൊ പേഷ്യൻസിന് നോർമൽ ബ്രീത്തിങ്ങിന് സാധ്യമാകും. ചെസ്റ്റ് ഡ്രെയിൻ ഉണ്ടെങ്കിൽ ആ ഒരു ബ്രീത്തിങ്ങിന് ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ ന്യൂമോതൊറാക്സ് എന്ന് പറയുമ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും അല്ലെ. കൂടുതലായിട്ടും ലങ്സിൽ എയറും അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഒക്കെ വന്നു പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. അല്ലെങ്കിൽ നോർമലി ഒരു ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നേക്കാം. സോ ഇങ്ങനെ ഒരു ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ലങ്സിനുള്ളിലുള്ള ഈ ഫ്ലൂയിഡ്സിനെ ആയാലും എയറിനെ ആയാലും വലിച്ചെടുക്കുന്നു. ഓക്കെ, അപ്പോ ആൾക്ക് നോർമൽ ബ്രീത്തിങ് സാധ്യമാകും. സോ ഇങ്ങനെ ഒരു ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിച്ചുകൊണ്ടൊക്കെ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ അതിന് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് എയർ ട്രാൻസ്പോർട്ട് ആണ്. ഓക്കെ, അപ്പൊ അത്രയും കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആയതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ചെസ്റ്റ് ഡ്രെയിൻ എന്താണെന്ന്? ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഇതൊക്കെ അറിയാം. കാരണം നമ്മൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അത്രയും ക്ലാരിഫിക്കേഷൻ കിട്ടില്ല. കാരണം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് മാക്സിമം അത് എത്രത്തോളം ഞാൻ പറഞ്ഞു തന്നാലും അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ ഒപ്പം പിക്ചറും കൂടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടുമല്ലോ ഇല്ലേ. ഇപ്പൊ ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞതും പിക്ചറും കൂടി കണ്ടപ്പോ ഏകദേശം കുറച്ച് ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു തന്നാലും കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവാത്തതൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ പിക്ചറും കൂടി കണ്ടപ്പോ ക്ലിയർ ആയി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ടൈം എടുത്തെന്ന് പറഞ്ഞല്ലോ പിക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോ ചെസ്റ്റ് ഡ്രെയിൻ എന്താണെന്ന് കണ്ടു, അത് ക്ലിയർ ആണ്. GCS കണ്ടോ, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഒരു പേഷ്യന്റിന്റെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോ സ്ക്രീനിൽ ഇതുപോലത്തെ ഒരു സെക്ഷൻ ആണ് സ്ക്രീനിൽ വരുന്നത്, പേഷ്യന്റിന്റെ മോണിറ്റർ ചെയ്യുന്നത്. ദെൻ പേഷ്യന്റിന്റെ ബ്രെയിനൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ദെൻ ഐ ഓപ്പണിംഗ്, വെർബൽ റെസ്പോൺസ്, മോട്ടോർ റെസ്പോൺസ്, പേഷ്യന്റിന്റെ ചലനങ്ങൾ, ഓരോ ചലനങ്ങളും ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ GCS-ലൂടെ നിരീക്ഷിക്കുന്നത്. നോക്കി, ഐ ഓപ്പണിംഗ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് അല്ലെ, കണ്ണ് തുറക്കുന്നുണ്ടോ, ദെൻ സൗണ്ട്സ് എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓരോ ചലനങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും അവിടെ മോണിറ്റർ ചെയ്യുന്നു. ദെൻ വെർബൽ അല്ലെ, ഓറിയന്റഡ്, കൺഫ്യൂസ്ഡ്, വേർഡ്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ, സൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ടോ, ലിപ് മൂവ്മെന്റ്സ് വരുന്നുണ്ടോ, ഇതൊക്കെയാണ് വെർബൽ നോക്കുന്നത്. ദെൻ മോട്ടോർ റെസ്പോൺസ് അല്ലെ, ചലനങ്ങള്, എന്തെങ്കിലും എന്താണ് കൈകൾ ചലിക്കുന്നുണ്ടോ, കൈ പൊക്കാൻ പറ്റുന്നുണ്ടോ, ചിലപ്പോൾ വിരലുകളുടെ ചലനം ഇല്ലേ, ഇതൊക്കെയാണ് ഒരു ന്യൂറോളജിക്കൽ സ്റ്റാറ്റസിൽ നമ്മൾ പേഷ്യൻസിനെ നോക്കുന്നത്. ദെൻ ലാസ്റ്റ് അതിന്റെ ഒരു സ്കോറിംഗ് പോലെ കൊടുത്തിട്ടുണ്ടാകും. ആൾക്ക് എത്രത്തോളം മാറ്റങ്ങൾ വരുന്നുണ്ടെന്നൊക്കെയാണ് നമ്മൾ GCS-ലൂടെ നോക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഈ 3 കാര്യങ്ങളാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഡൗട്ട്സ് വന്നത്. അതുകൊണ്ടാണ് ഈ 3 പിക്ചർ ടീച്ചർ എടുത്തിട്ടത്. അപ്പൊ ക്ലിയർ ആയോ എന്താണ് GCS, ETT, ചെസ്റ്റ് ഡ്രെയിൻ? ഓക്കെ, ഇത് നോക്കിയാണല്ലോ, ജസ്റ്റ് ഒന്നും കൂടി നോക്കി വെച്ചേക്കാം കേട്ടോ. GCS ഒന്ന് ശരിക്കും ഒന്ന് നോക്കാം കേട്ടോ. GCS നമുക്ക് കൂടുതലും എപ്പോഴും എക്സാമ്പിൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് GCS. ഒന്ന് നോക്കി വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടോ കേട്ടോ GCS. ഒരുപാട് പഠിക്കാനൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചും കൂടി എനിക്ക് മനസ്സിലായെന്ന ഒരു വിശ്വാസമുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ അപ്പൊ ആ ഒരു സെക്ഷൻ? ഓക്കെ അല്ലേ? ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണോ? ആ ഒരു സെക്ഷൻ കുറച്ച് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ഏരിയയാണ്, അതുകൊണ്ടാണ് പിക്ചറും കൂടി എടുത്തിട്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നമുക്കിത് നോക്കുന്നത് മോഡ് ഓഫ് ട്രാൻസ്ഫർ. എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫർ എന്ന് GCS ഫുൾ ഫോം ആയിട്ടാണ് ചോദിക്കാറ്. അതിന്റെ ഉള്ളിൽ നിന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. GCS സ്റ്റാൻഡ്സ് ഫോർ അല്ലെങ്കിൽ ഫുൾ ഫോം ഓഫ് GCS ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മോഡ് ഓഫ് ട്രാൻസ്ഫർ അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം.
Okay, then next one, mode of transfer. Noka. The two most commonly employed methods of transfer of patients are ground transport by including ambulance and mobile intensive care units, and air transport including helicopter and aeroplane ambulance. Yeah. എയർ ആണ്, റോഡ് ട്രാൻസ്പോർട്ട് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതില്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആണ്. ദെൻ ഫസ്റ്റ് നമുക്ക് നോക്കാം ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് അല്ലെ. നമുക്ക് ചുറ്റും നമ്മൾ എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ കാണാറുണ്ട് ആംബുലൻസുകൾ പോകുന്നത് അല്ലെ. എന്തായിരിക്കും ആംബുലൻസ് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാത്ത ആരെങ്കിലും ആയിരിക്കാം അല്ലെ. എങ്കിലും നമ്മളുടെ മനസ്സിൽ ദൈവമേ എന്തെങ്കിലും നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയൊരു പ്രാർത്ഥന നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ അല്ലെ നമ്മൾ ചെയ്യാറില്ലേ. മീൻസ് അത് നമ്മളുടെ ഒരു എന്താ പറയാ നമ്മുടെ മൈൻഡിൽ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് അല്ലെ. നമ്മൾക്ക് ആംബുലൻസ് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൂളായിട്ട് നോക്കിയിരിക്കാറുണ്ടോ? നമ്മൾ ട്രാവൽ ചെയ്യുന്നത് നിങ്ങളൊരു ബസ്സിലായിരിക്കാം, എങ്കിലും നിങ്ങളുടെ സൈഡിൽ കൂടി ഒരു ആംബുലൻസ് പോകുമ്പോ എന്തായിരിക്കും മനസ്സിൽ? ആരെങ്കിലും ആയിക്കോളട്ടെ അല്ലെ, നമുക്ക് അറിയുന്നവരാകാം അറിയാത്തവരാകാം, എങ്കിലും നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ വണ്ടി മാറ്റി കൊടുക്കും അല്ലെ. നമ്മള് ട്രാവൽ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമ്മളൊന്ന് ചെറിയൊരു പ്രയർ നമ്മൾ ചെയ്തു നോക്കും അല്ലെ. നമ്മൾ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കാര്യം ചിന്തിക്കാറുണ്ട്. സോ നമ്മൾ ഇനി നോക്കുന്നത് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇതുവരെ നിങ്ങൾക്ക് ചിലപ്പോ എന്താണ് അറിയില്ലായിരിക്കാം, ആംബുലൻസ് പലതരത്തിലുള്ള ആംബുലൻസുകൾ നമ്മുടെ റോഡിൽ കാണാറുണ്ട് അല്ലെ. ഈ ആംബുലൻസുകളുടെ പേരുകൾ നിങ്ങൾ വായിക്കാറുണ്ടോ ആരെങ്കിലും? ആംബുലൻസ് ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ വിട്ടുപോയിട്ടോ. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പഠിച്ചിട്ടുണ്ട്. നോക്കാം. For ground transport, different type of ambulance are used in this mode of transfer of patient. Patient നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ടൈപ്പിലുള്ള ആംബുലൻസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. നോക്കാം, അതില് ഫസ്റ്റ് വൺ പറയുന്നതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. നോക്കാം, these ambulances are conditioned with adequate staff and monitoring devices to shift patients without life-threatening condition, and these can only provide basic life support services. Basic life support ambulance എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു ആംബുലൻസ്. ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അത്യാവശ്യം adequate സ്റ്റാഫ് ഉണ്ടാവും, മോണിറ്ററിംഗ് ഡിവൈസസുകളും ഉണ്ടാകും. Then shift patient without life threatening, underline ചെയ്യാ, without life threatening, ജീവന് ഭീഷണി ഇല്ലാത്ത തരത്തിലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതായത് വലിയ ക്രിട്ടിക്കൽ ഒന്നും അല്ലാത്ത പേഷ്യൻസുകളെയാണ് നമ്മൾ അത്യാവശ്യം എന്താണ് മോണിറ്ററിങ്ങും അതുപോലെ തന്നെ ഡിവൈസുകളൊക്കെ ഉണ്ട്. ദെൻ അഡ്മിറ്റ് ആയിട്ടുള്ള സ്റ്റാഫും അവിടെ ഉണ്ടാകും. പക്ഷെ ജീവന് ഭീഷണിയൊന്നുമില്ല. അതുകൊണ്ട് ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് without life threatening. Okay, without life threatening conditions. Underline ചെയ്ത ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആംബുലൻസില് മോണിറ്ററിംഗ് ഡിവൈസസ് ഉണ്ട്, അഡിക്വേറ്റ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ദെൻ വിത്തൗട്ട് ലൈഫ് ത്രെറ്റനിങ് ആണ്. ഓക്കെ, ജീവന് ഭീഷണി ഇല്ലാത്ത തരത്തിലുള്ള പേഷ്യൻസുകളായിരിക്കും. ഓക്കെ ആണോ? ബേസിക് ലൈഫ് പഠിച്ചോ? നമ്മൾ വായിക്കുന്നതിന്റെ ഒപ്പം പഠിച്ചിട്ട് പോവാം കേട്ടോ. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അഡ്വാൻസ്ഡ് ആണ്, കുറച്ചും കൂടി എക്യുപ്മെന്റ്സും സാധ്യതകളൊക്കെ ഉള്ള ആംബുലൻസ് ആണ്. ദീസ് ആംബുലൻസ് ക്യാൻ പ്രൊവൈഡ് മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസസ്. കുറച്ചും കൂടി അത്യാധുനികമായിട്ടുള്ള എക്യുപ്മെന്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എൻഡോട്രയാക്കിൾ ഇന്റബേഷൻ, കാർഡിയാക് മോണിറ്ററിംഗ്, defibrillation administration of intravenous fluids or vasopressors. അല്ലേ? അപ്പോ വെന്റിലേറ്റർ ആംബുലൻസ് ഒക്കെ വരാം. അതായത് ട്യൂബ് ഇട്ട പേഷ്യൻസുകള്, കാർഡിയാക് മോണിറ്ററിംഗ് ഉണ്ടാകും, ഡിഫിബ്രിലേഷൻ അഡ്മിനിസ്ട്രേറ്റർ, ഇതെല്ലാം ചെയ്യുന്ന തരത്തിലുള്ള ആംബുലൻസുകളാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ആംബുലൻസിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? പഠിച്ചിട്ടില്ലേ? വെന്റിലേറ്റർ ആംബുലൻസ് ഒക്കെ നമുക്ക് പറയാം. ബി ക്ലാസ്. ഓക്കെ, D-level ambulance എന്നൊക്കെ പറയാം അല്ലെ. Then these are adequately staffed and made ready for shifting patient with life-threatening condition. Underline ചെയ്യാ, ജീവന് ഭീഷണിയുള്ള തരത്തിലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. കണ്ടോ? ബേസിക് ലൈഫ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ലൈഫ് ത്രെറ്റനിങ് ആണ്.
പക്ഷെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് വരുമ്പോൾ ലൈഫ് ത്രെട്ടനിങ് വിത്ത് ലൈഫ് ത്രെട്ടനിങ് ആണ്. ഓക്കെ, ജീവന് കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള പേഷ്യൻസ് ആണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ വരുന്നത്. ഓക്കെ, then MICU. These are specialized vehicles with all equipments and staff to transfer patients who are critically ill. കുറച്ചുകൂടി critically illness ആയിട്ടുള്ള പേഷ്യൻസിനാണ് MICU നമ്മൾ ഉപയോഗിക്കുന്നത്. MICU ഫുൾ ഫോം എന്തായിരുന്നു? മെഡിക്കൽ പറയൂ. MICU ആംബുലൻസ് ഒക്കെ പഠിച്ചതല്ലേ? മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. Okay, then and are usually used in combination with specialized retrieval teams in few developed countries. കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലൊക്കെയാണ് നമ്മൾ MICU ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ വരുന്നത്. ഇത് വായിച്ചു നോക്കി. ബേസിക്, അഡ്വാൻസ്ഡ്, MICU. വാസോപ്രസേഷണൽ മെഡിസിൻസുകളാണ് കേട്ടോ നമ്മള് ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോഴും അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന മെഡിസിൻസുകൾ. MICU മെഡിക്കൽ തന്നെയാണ് കേട്ടോ. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് തന്നെയാണ്. ബേസിക് എന്ന് പറയുമ്പോൾ ലൈഫ് വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് ഓർക്കുക. അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ വിത്ത് ലൈഫ് ത്രെട്ടനിങ്. ആ രണ്ട് കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. പെട്ടെന്ന് എളുപ്പം പഠിക്കാനായിട്ട് മനസ്സിലാകും. ഓക്കെ, Okay, complete ചെയ്തു എല്ലാവരും. Ground transport. Then next one, air transport.
The use of air transport has been increasing in developed countries because of advantages of swift transport by including specialized medical care. നമുക്കറിയാം എയർ ട്രാൻസ്പോർട്ട് കൂടുതലും ഉപയോഗിച്ചു വരുന്നത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ്. എയർ ട്രാൻസ്പോർട്ടിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട് ആണ്. ബൈ ഇൻക്ലൂഡിങ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ, സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയറോട് കൂടിയിട്ടുള്ള സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട് ആണ് ഒരു എയർ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. എന്നാൽ സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അല്ലെ പെട്ടെന്നുള്ള ട്രാൻസ്പോർട്ട്. നമുക്കറിയാം കൂടുതലായിട്ടും ഓർഗൻ ട്രാൻസ്പ്ലാന്റിനും നമ്മള് ന്യൂസിലും മറ്റൊക്കെ കാണാറുണ്ട് അല്ലേ, എന്ത് പെട്ടെന്നാണല്ലേ എയർ ട്രാൻസ്പോർട്ടില് എയർ ആംബുലൻസിലും മറ്റും പെട്ടെന്ന് തന്നെ അവയവങ്ങള് നമ്മൾ എവിടേക്കാണോ എത്തിക്കേണ്ടത് അവിടേക്ക് എത്തിച്ച്, കാരണം ഇത്ര മണിക്കൂറിനുള്ളിൽ ശസ്ത്രക്രിയ ചെയ്യണമെന്നാണ് അല്ലേ. സോ അതിന് പെട്ടെന്നുള്ള എളുപ്പം പെട്ടെന്ന് ഒരു ബ്ലോക്കും കാര്യങ്ങളും അത് വരാത്ത രീതിയിൽ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ടോട് ഉപയോഗിക്കുന്നത്. There has been an improved prognosis of patients with trauma, severe myocardial infarction and severe stroke owing to rapid provision of suitable medical care by the use of air transport. എയർ ട്രാൻസ്പോർട്ട് നമുക്ക് കൂടുതലും മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അതായത് ഹാർട്ട് അറ്റാക്ക് പോലുള്ള, അതുപോലെ തന്നെ സ്ട്രോക്ക്, ട്രോമ പേഷ്യൻസിനൊക്കെയാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് എയർ ട്രാൻസ്പോർട്ട് ആണ്. കാരണം ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ലഭിക്കണമെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് കുറച്ചും കൂടി നമുക്ക് എന്താണ് ഉപയോഗമായിരിക്കും, യൂസ്ഫുൾ ആണ്. Then the patient who are more likely to get benefit from air transport are പേഷ്യൻസിന് കൂടുതൽ എയർ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ്സ് ആകുന്ന പേഷ്യൻസ് ഏതൊക്കെയാണ്? ഓക്കെ, അതെല്ലാമാണ് അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ഏതെല്ലാം അസുഖങ്ങളുള്ള പേഷ്യൻസിനാണ് എയർ ട്രാൻസ്പോർട്ട് കൂടുതലും യൂസ്ഫുൾ ആകുന്നത്? Patient with severe trauma and penetrating chest injuries, multi-system injuries, crush injuries, or patient with unstable vital signs. Patient with severe trauma, അല്ലെ വലിയ വീഴ്ചകളോ ആഘാതങ്ങളോ, പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ്, അതായത് നെഞ്ചിൽ തുളച്ചു കയറുന്ന മുറിവുകളൊക്കെ, അതായത് ഇപ്പോൾ ആക്സിഡന്റ്സ് ഒക്കെ സംഭവിക്കുമ്പോൾ നെഞ്ചിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും തുളച്ചു കയറുന്ന തരത്തിലുള്ള മുറിവുകള്, അല്ലെങ്കിൽ മാരകമായിട്ട് കുത്തിയെടുക്കുക, അങ്ങനെയുള്ള കേസസുകള്. ദെൻ മൾട്ടി സിസ്റ്റം, ബുള്ളറ്റ് എക്സാമ്പിൾ പറയാം, മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്, പല രീതിയിലുള്ള പരിക്കുകള്. ക്രഷ് ഇഞ്ചുറീസ് മീൻസ് എന്താണ്? ഈ ക്രഷ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ചതവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞെരുക്കത്തിൽ ഇടയിലൊക്കെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അത് ഈ ആക്സിഡന്റ് ഒക്കെ വരുമ്പോൾ വണ്ടിയുടെ അടിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ള ക്രഷ് ഇഞ്ചുറീസ്. മറ്റ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ശരീരത്തിലുള്ള സയൻസുകൾ, ഇതിനൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് ആയിരിക്കും എയർ ട്രാൻസ്പോർട്ട്. Patient with acute coronary syndrome in crucial need of revascularization procedure, cardiac tamponade with hemodynamic compromise, cardiogenic shock is needed of intra-aortic balloon pump or other assist devices. എന്തെങ്കിലും മനസ്സിലായോ? ഒന്ന് മനസ്സിലായി നോക്കാം. അതായത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം പേഷ്യൻസ് ഇല്ലാന്ന് എനിക്കറിയാം, അതാണ് ഒറ്റയടിക്ക് വായിച്ചു പോയത്. ഓക്കെ, എന്തായാലും രണ്ടാമത് പറഞ്ഞു തരണമല്ലോ അല്ലെ, ഒറ്റയടിക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, കുറച്ച് വായ കൊള്ളാത്ത കടിച്ചപ്പെട്ടാത്ത പേരുകളൊക്കെയാണ് അല്ലെ. നോക്കാം, അക്യൂട്ട് കൊറോണറി സിൻഡ്രോം അല്ലേ. എന്താ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറഞ്ഞാല്? ബ്ലഡിന്റെ ബ്ലോക്ക് ഒക്കെ സംഭവിക്കുന്ന പേഷ്യൻസുകള്, അങ്ങനെയുള്ള പേഷ്യൻസിന് റിവാസ്കുലേഷൻ പ്രൊസീജിയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്. എന്താ റിവാസ്കുലേഷൻ എന്ന് പറഞ്ഞാല്? അതായത് ഇപ്പോ നമ്മള് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന അറിയോ? അതിനെ കുറിച്ചൊക്കെ അറിയാലോ. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ നമ്മളുടെ ബ്ലഡ് വെസൽസ്, നമ്മുടെ ശരീരത്തിലോ ഏതെങ്കിലും അവയവത്തിനൊക്കെ ബ്ലഡ് ബ്ലോക്ക് ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പെർഫ്യൂഷൻ സ്ഥാപിക്കുന്ന ഒരു പ്രോസസ് ആണ്. എക്സാമ്പിൾ നമുക്ക് ബൈപാസ് പറയാം, ആൻജിയോപ്ലാസ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന പേഷ്യൻസിന് ഇത് കൂടുതൽ ബെനിഫിറ്റബിൾ ആണ്. അതുപോലെ തന്നെ കാർഡിയാക് ടെമ്പോണേഡ് വിത്ത് ഹിമോഡൈനാമിക് കോംപ്രമൈസ്. കാർഡിയോ ടെമ്പോണേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഷോക്കുകളും മറ്റും വരുന്ന പേഷ്യൻസിനും ഇതുപോലെ എയർ ട്രാൻസ്പോർട്ട് ആവശ്യമാണ്. Then intra-aortic balloon pump or other assisted devices. അതായത്
ഇൻട്രാ എറോട്ടിക് ബലൂൺ പമ്പ്. എന്താ ഇൻട്രാ എറോട്ടിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഹാർട്ടിന്റെ നോർമൽ ബീറ്റ് ഒക്കെ ആകാൻ വേണ്ടിയിട്ട്, പ്രത്യേക നമ്മുടെ ഹാർട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ സമയത്ത് നമുക്ക് മയോകാർഡിയൽ ഓക്സിജൻ കൊടുക്കേണ്ടതാണ്. അതായത് നമ്മൾ അതിനുള്ള ഒരു ഉപകരണമാണ് ഇൻട്രാ എറോട്ടിക് പമ്പ് എന്ന് പറഞ്ഞാല്. അതായത് ഹൃദയം നല്ല രീതിയിൽ ഹൃദയമിടിപ്പൊക്കെ നടക്കാന്ന് പറയുകയെ അതിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ ചെസ്റ്റ് ഡ്രൈനൊക്കെ പോലെ തന്നെ സ്ഥാപിക്കുന്ന ഒരു ഉപകരണമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിലും അവർക്ക് കൂടുതലും പെട്ടെന്നുള്ളൊരു ട്രാൻസ്പോർട്ടിന് എപ്പോഴും എയർ ട്രാൻസ്പോർട്ട് തന്നെയായിരിക്കും അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, patient due to receive organ transplant. ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എപ്പോഴും എയർ ട്രാൻസ്പോർട്ട് ആയിരിക്കും. Then critically in high risk medical or surgical patients, കുറച്ച് മേജർ ആയിട്ടുള്ള സർജിക്കൽ കഴിഞ്ഞുള്ള പേഷ്യൻസിനും ഹൈ റിസ്ക് ഉള്ള കേസസിനൊക്കെ നമ്മൾ എയർ ട്രാൻസ്പോർട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക് കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് മോഡ് ഓഫ് ട്രാൻസ്ഫർ ഏതാണെന്ന് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഏതാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? എയർ ട്രാൻസ്പോർട്ട് ആണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആംബുലൻസിന്റെ വായിച്ചായിരുന്നു നമ്മള്. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് വായിച്ചോ? ഇല്ല, അവിടെ തുടങ്ങി ഒന്ന് വായിച്ചു വായിച്ചായിരുന്നു. ഓക്കെ ഓക്കെ, എയർ ട്രാൻസ്പോർട്ട് തുടങ്ങി വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രാ എറോട്ടിക് പമ്പ് എന്ന് വെച്ചാൽ ചെറിയൊരു എക്വിപ്മെന്റ് ആണെന്ന്. അതായത് ഹൃദയത്തിലേക്ക് കൂടുതൽ രക്തം പമ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. ഓക്കെ, അതായത് ചെറിയൊരു ഉപകരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്യൂബാണ്. ഈ ട്യൂബിന്റെ അകത്തായിട്ട് ചെറിയൊരു ബലൂൺ പോലത്തെ സംഭവം ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. അതാണ് ടീച്ചർ പിക്ചർ ഒന്നും എടുത്തിട്ടാണ് കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് അത് ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് എന്താണ് എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാന്ന് മാത്രം പറയുന്നുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് പറഞ്ഞു പോകാത്തത്. ഓക്കെ, നമുക്ക് അത്ര ആവശ്യമുള്ളൂ അതിന്റെ. വായിച്ചു എല്ലാവരും? കംപ്ലീറ്റ് ചെയ്തോ? ബെനഫിറ്റ്സ് നോക്കിയോ? എയർ ട്രാൻസ്പോർട്ട് കൊണ്ടുള്ള ബെനഫിറ്റ്സുകൾ പേഷ്യൻസിനുള്ള. Okay, next one നോക്കാം. Accompanying the patient. It is normally suggested to have at least 2 professional personnel accompanying the patient to be shifted. അതായത് ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള 2 വ്യക്തികൾ കൂടെ ഉണ്ടായിരിക്കണം. The care needed by each patient in the course of transfer relies on the level of patient's critical care,
ഡിപെൻഡൻസി ആൻഡ് കറസ്പോണ്ടിംഗ്ലി ആർ ഡിവൈഡഡ് ഇൻ ടു. അതായത് പേഷ്യൻസിന്റെ ഓരോ ലെവൽ അനുസരിച്ചുകൊണ്ട് എത്ര ആള് കൂടെ പോകണമെന്നാണ് നമ്മൾ ലെവൽ അനുസരിച്ചുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. ദെൻ അപ്പോ ഒരു പേഷ്യൻസിന്റെ ലെവലിൽ നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ പേഷ്യൻസ് ഏത് ലെവലിലാണോ ആ ലെവലിന് അനുസരിച്ചിട്ടുള്ള ഒരു നീഡ് അല്ലെങ്കിൽ അക്കമ്പൈൻ ചെയ്യേണ്ട വ്യക്തികൾ കൂടെ ഉണ്ടായിരിക്കണം. ലെവൽ 0, ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3 3 ലെവലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ ലെവൽ 0 വരുന്ന പേഷ്യൻസ് എങ്ങനെയാണ് നോക്കാം. It consists of the patient who can manage it at the ward level or ward in a hospital and are normally not needed to be accompanied by any specialized personnel. അതായത് ഹോസ്പിറ്റലിലെ ഒരു വാർഡ് തലത്തിലുള്ള പേഷ്യൻസ് ആയിരിക്കാം. സോ അവർക്ക് സ്വന്തമായിട്ട് നിയന്ത്രിക്കാനായിട്ടൊക്കെ കഴിയുമെങ്കിലും വേറെ ഒരു സ്പെഷ്യലൈസ്ഡ് ഉദ്യോഗസ്ഥന്റെ ആവശ്യമൊന്നുമില്ലാണ്. അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്നും ചിലപ്പോൾ മറ്റൊരു ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയാകാം. സോ അവർക്ക് വേറെ നോർമലി പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വേറെ സ്പെഷ്യലൈസ്ഡ് വ്യക്തികളുടെ ആവശ്യം വരുന്നില്ല 0 വരുന്നത്. ഓക്കെ. ഇനി ലെവൽ 1 വരുമ്പോൾ ഇത് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് who are not degrading condition in the course of transfer but can manage in an acute ward setting by the support of critical care team, usually be accompanied by a paramedic UI, a trained nurse. അതായത് ലെവൽ 1 എന്ന് പറയുമ്പോൾ പേഷ്യന്റിന് കുറച്ചും കൂടി ഡിഗ്രേഡിംഗ് കണ്ടീഷൻ ആയി, ഡിഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ വേളയിൽ ചിലപ്പോ ഒരു എന്തെങ്കിലും വശമായേക്കാം എന്നുള്ളൊരു രീതിയിലുള്ള പേഷ്യൻസ് ആണ്. സോ അങ്ങനെയുള്ള പേഷ്യൻസിന് ആ ഒരു ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ ആവശ്യമുണ്ടെന്ന്. അതിനാൽ ഒരു പാരാമെഡിക് UI ടീം, അതായത് UI ഉദ്ദേശിക്കുന്നത് ആ പാരാമെഡിക്കൽ യൂണിറ്റിലുള്ള ഒരു നഴ്സും അതുപോലെ തന്നെ എന്താണ് ഒരു ട്രെയിനഡ് നഴ്സും ആവശ്യമാണെന്ന് കൂടെ പോകാനായിട്ട്. കാരണം പോകുന്ന വഴിക്ക് ചിലപ്പോ എന്തെങ്കിലും വേണ്ടി സിറ്റുവേഷൻ ഒക്കെ മോശമായെന്നിരിക്കാം. അത്തരത്തിലുള്ള പേഷ്യൻസ് ആണ് ലെവൽ 1 വരുന്നത്. സോ ഒരു ട്രെയിനഡ് നഴ്സ് വേണം. പാരാമെഡിക് നഴ്സ്, പാരാമെഡിക് യൂണിറ്റിലുള്ള ഒരു നഴ്സും ഉണ്ടായിരിക്കണം. ലെവൽ 2 വരുമ്പോൾ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയി വരികയാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഹു ആർ ഇൻ നീഡഡ് ടു ഒബ്സർവേഷൻ ഓർ ഇന്റർവെൻഷൻ ഫോർ ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ സിസ്റ്റം. ഏതെങ്കിലും ഒരു ഓർഗൻ എന്താണ് ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കാം. ഹൗ ടു ബി അക്കംപൈൻഡ് ബൈ ട്രെയിൻഡ് ആൻഡ് പ്രൊഫഷണൽ പേഴ്സൺ. ട്രെയിൻഡ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണൽ കൂടെ ഉണ്ടായിരിക്കണം. ലെവൽ 2 സിംഗിൾ ഓർഗൻ ഫെയിലിയർ, ഏതെങ്കിലും ഒരു ഓർഗൻ ഫെയിലിയർ ആയിട്ടുള്ള വ്യക്തികളാകാം. അതിനാൽ ട്രെയിൻഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണൽ കൂടെ ഉണ്ടായിരിക്കുക. ലെവൽ 3 വരുമ്പോൾ ഇത് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് വിത്ത് നീഡ് ഓഫ് അഡ്വാൻസ്ഡ് റെസ്പിറേറ്ററി കെയർ during transport with the support of at least 2 failing organ system. At least 2 organ failure ആയിട്ടുള്ളതാണ്. ഓക്കെ, 2 organ failure ആയിട്ടുള്ളതാണ് ഇത് ലെവൽ 3 വരുന്നത്. Then accompanied by a competent doctor along with a nurse and a paramedic. ഒരു പാരാമെഡിക് ഉണ്ടായിരിക്കണം, ഒരു ഡോക്ടർ ഉണ്ടായിരിക്കാം, then ഒരു നഴ്സും കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ലെവൽ 3. ഓരോ ലെവലും ഓരോന്നും കൂടി വരികയാണ് ലെവൽ അനുസരിച്ച് കൊണ്ട് തന്നെ. ഓക്കെ, വായിച്ചു നോക്കുക. ലെവൽ 1 എന്തായിരുന്നു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത്? യുഐന്റെ ആണോ ചോദിച്ചത്? UI എന്നുള്ളത് പാരാമെഡിക് എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കാരണം ട്രെയിനഡ് നഴ്സും ഉണ്ടാവണം, അതുപോലെ തന്നെ പാരാമെഡിക് ആയിട്ടുള്ള ഒരു നഴ്സും ഉണ്ടായിരിക്കണം. മിസ്റ്റേക്ക് ഉണ്ടോ? ടെക്സ്റ്റിൽ എങ്ങനെയാ കിടക്കുന്നത്? ടെക്സ്റ്റില് PDF-ല് നിങ്ങളുടെ ടെക്സ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. എങ്ങനെയാ ലാസ്റ്റ് സെന്റൻസ് കിടക്കുന്നത് വായിക്കാമോ? എനിക്ക് തോന്നുന്നത് അവിടെ ഒരു എഡിറ്റ് മീൻസ് മാറ്റം വന്നിട്ടുണ്ടല്ലേ? എങ്ങനെയാ ലാസ്റ്റ് സെന്റൻസ് കിടക്കുന്നത് ടെക്സ്റ്റ് ബുക്കില്? ടൈപ്പ് ചെയ്യാമോ, കമന്റ് ചെയ്യാമോ? ടെക്സ്റ്റില് മേ ബി എന്തെങ്കിലും ഇങ്ങനെ തന്നെയാണോ? ഓക്കെ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മിസ് ഒന്ന് നോക്കിയിട്ട്
പാരാമെഡിക് UIR അങ്ങനെയാണോ? ഓക്കെ ഓക്കെ, ട്രെയിൻഡ് നഴ്സ് പാരാമെഡിക് UI. ഓക്കെ, വേറെ മിസ്റ്റേക്ക് ഒന്നും വേറെ എക്സ്ട്രാ ഒന്നും സെന്റൻസ് ഇല്ലല്ലോ? ഓക്കെ ഓക്കെ. പാരാമെഡിക് ആൻഡ് നഴ്സ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? Then അതിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് കൂടെ ഒന്ന് നോക്കാം കേട്ടോ. The accompanying person should be aptly trained, competent and experienced, and preferably should have done training in patient transfer and should have enough training and advanced cardiac life support, airway management and critical care. അപ്പോൾ കൂടെ പോകുന്ന അക്കമ്പൈൻ ചെയ്യുന്ന പേഴ്സൺ ട്രെയിനഡ് ആയിരിക്കണം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം. ദെൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടും എയർവേ മാനേജ്മെന്റ് ഒക്കെ ഡീൽ ചെയ്യാനായിട്ട് ക്രിട്ടിക്കൽ കെയറിന്റെ പരിചരണത്തിനുള്ള ട്രെയിനിങ്സ് ഒക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കണം. If the physician is not available to shift unstable patient, then the provision of contacting the physician concerned by transport should certainly be ready for service. അതായത് നമുക്കറിയാം, ഇപ്പോ ഫിസിഷ്യൻ ആ ടൈമിൽ അവൈലബിൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത്രയും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളായിരിക്കണം എന്നല്ലോ കൂടെ പോകേണ്ടത്. സോ ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വേളയിൽ ആ ഒരു വ്യക്തികൾക്ക് അറിഞ്ഞിരിക്കണമെന്ന്, കാരണം എന്തൊക്കെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, ട്രാൻസ്പോർട്ട് ട്രാം എന്നാണോ കിടക്കുന്നത് ടെക്സ്റ്റില്? ട്രാം എന്നാണ്. ഓക്കെ, അവിടെ ഒരു കറക്ഷൻ എന്തുകൊണ്ട് നോക്കിയിട്ട് ഞാൻ ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം കേട്ടോ. ട്രാൻസ്പോർട്ട് ടീം ചെയ്തിട്ടുണ്ടോ? തിരുത്തിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ടീം. ഓക്കെ, ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ, ആ ഒരു ടീം കൃത്യമായിട്ടും നമ്മള് എന്താണ് അത്രയും എക്സ്പീരിയൻസ് ആയിരിക്കണം. ട്രെയിനിങ് ഇപ്പൊ എയർവേ ചെയ്യാനും മറ്റും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ദെൻ അപ്പൊ നമ്മള് ലെവൽ 0, 1, 2, 3 വരെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ദെൻ ഇനി എക്യുപ്മെന്റ്സ് ഡ്രഗ്സ് ഒക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? എടുത്തതിനെ നോക്കിയാണോ എല്ലാവരും? ഇനി ഒരുപാട് എടുത്ത് പോകാനില്ല, അടുത്ത സെക്ഷൻ ആണത്. ഓക്കെ, എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ആണ് നെക്സ്റ്റ്. ക്ലിയർ ആണോ അപ്പൊ എല്ലാവർക്കും? ഓക്കെ, നന്നായിട്ട് വായിക്കുക. ഒത്തിരി ഫോട്ടോ എടുത്ത് വായിച്ച് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. നെക്സ്റ്റ് ഇനി അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലാസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.